സ്തോത്രം. യോഹന്നാൻ 11 അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ലാസറിനെ കുറിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നല്ല ബോധം തിട്ടം ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളെക്കുറിച്ചൊരു തിട്ടവും ഇല്ല, ബോധവും ഇല്ല. സ്തോത്രം. മരിച്ചു കിടക്കുന്ന ലാസർ കല്ലറയ്ക്കകത്താണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് യേശു പറയണോ ആ കല്ലങ്ങ് ഉരുട്ടി മാറ്റാം. അന്നേരം ഉണ്ട് സ്തോത്രം. സഹോദരിമാർ പറയുന്നൊരു പദമുണ്ട്, ഒരു ഭയങ്കര നാറ്റം 4 ദിവസമായി. അല്ല, ഞാൻ ചോദിക്കട്ടെ, യേശുവിന് അറിഞ്ഞൂടെ അത് മരിച്ചു എന്നും അല്ലെങ്കിൽ 4 ദിവസമായെന്നൊക്കെ യേശുവിന് അറിഞ്ഞൂടെ? അറിയാം. ഇതേ സഹോദരിമാരല്ലേ സ്തോത്രം ആ യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായം 1 വാക്യം തൊട്ട് വായിക്കുമ്പോൾ തൻ്റെ താഴോട്ട് വായിച്ചു വരുമ്പോൾ സ്തോത്രം തൻ്റെ സഹോദരിമാർ ഈ സഹോദരൻ ദീനമായി കിടക്കുന്നതെന്നൊക്കെ ആളെ പറഞ്ഞു വിട്ടെ. ഇതെന്തിനാ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങളത് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ഇന്ന് ആഗസ്റ്റ് 15. ഇന്നെല്ലായിടത്തും സ്തോത്രം പള്ളിയിൽ പോകുന്നവരൊക്കെ ഭയങ്കര പ്രസംഗവും കാര്യങ്ങളും ഓട്ടവും ചാട്ടവും ഒക്കെയാണ്. നല്ലതാണ്. അപ്പോൾ ആഗസ്റ്റ് 15 മാത്രമല്ല കർത്താവ് സുവിശേഷം പറയാൻ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നല്ല കാര്യം, ഒരിക്കലും തെറ്റല്ല. നീ ഡെയിലി സുവിശേഷം സംസാരിക്കണം. നിൻ്റെ കൂടെ സഹകരിക്കാത്തവരായിരിക്കാം, സഹകരിക്കുന്നവരായിരിക്കാം, അവരോടൊക്കെ നീ സുവിശേഷം പറയണം. സ്തോത്രം. കാരണം നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ബലമാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. ഗോലിയാത്ത് ദാവീദിനെ കണ്ടല്ല ഭയന്നേ, ദാവീദിൻ്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കണ്ട അങ്ങനെ ഭയന്നു പോയത്. പ്രാർത്ഥിക്കുന്ന നിൻ്റെ അകത്തളത്തിൽ സ്തോത്രം നോക്കും. ആമേൻ. ഇന്ന് ആഗസ്റ്റ് 15 അപ്പോൾ എല്ലാവരും വെള്ളയൊക്കെ ഇട്ട് ഭയങ്കരമായിട്ടും ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ആയിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പോയ 13-ാം തീയതി നിങ്ങൾ എങ്ങനെ ഇരുന്നു? അപ്പോൾ പറയും ഭയങ്കര കുറ്റം. ഒരിക്കലും അവർ ചിന്തിക്കരുത് നിങ്ങളാ. കാരണം അഭിനയമല്ല ആത്മീയ ജീവിതം. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നാടകമോ സിനിമയോ അല്ല ആത്മീയ ജീവിതം. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒറിജിനലാണ് സംഭവം. സ്തോത്രം. കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, മറിയയും മാർത്തയും കൂടെയാണ് സഹോദരൻ്റെ ദീനത്തെക്കുറിച്ച് യേശുവിനോട് പറഞ്ഞ് രണ്ടുപേരെ വിട്ടെ. അതെന്തിന്? അപ്പോൾ യേശുവിനോടുള്ള ആഴമറിഞ്ഞ വിശ്വാസം കൊണ്ടല്ലേ രണ്ടുപേരെ വിട്ടെ. ഇനി ആ രണ്ടുപേര് വന്ന് എന്താണ് സംസാരിച്ചതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ, കേൾക്കുന്ന നിങ്ങൾക്ക് പറഞ്ഞുകൂടാ. സ്തോത്രം. കാരണം അതിൽ നിന്ന് ഇങ്ങോട്ടൊരു സ്വഭാവം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. 2 സഹോദരിമാരുടെയും. സ്തോത്രം. യേശുവിനെ അവർ അത്രമാത്രം സ്നേഹിച്ചവരാണ്. പക്ഷേ യേശു അവിടം എത്താത്തത് കൊണ്ട് ഇവർ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് അവരെ ശ്രദ്ധയെ കൊടുത്തു. അവരുടെ ചിന്തയിൽ അവരെ ശ്രദ്ധയെ കൊടുത്തു. ഇല്ലെങ്കിൽ യേശു ഇങ്ങനെ പറയൂ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്? യേശു അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഇനി യേശു അവിടെ വന്നു. സ്തോത്രം. സഹോദരിമാരിൽ ഒരാൾ ഓടി വരുന്നു, മറ്റേയാൾ പതിയെ വരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള യേശുവിനെ അല്ല അവിടെ കണ്ടേ. ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാണ്ടല്ലോ, നമ്മൾ എന്തും സംസാരിക്കും, നമ്മൾ എന്തും ചിന്തിക്കും, നമ്മൾ എന്തും പ്രവർത്തിക്കും. കോപിക്കണമെങ്കിൽ കോപിക്കും, കോപിക്കുന്ന വാക്കുകൾ വന്നാൽ അത് പറയും. എന്നിട്ട് ആമേൻ സ്തോത്രവും അന്യഭാഷ പറയുമ്പോൾ യേശു നമുക്ക് അത്ഭുതം ചെയ്യണം. എന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. സ്തോത്രം. ഞാനിപ്പോൾ ഇങ്ങോട്ടൊരു ബൈക്ക് ഓടിച്ചിട്ട് വണ്ടി ഓടിച്ച് വെച്ച് വന്നപ്പോൾ ഒരു വണ്ടി എൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു സ്കൂട്ടർ. ഞാൻ നോക്കിയപ്പോൾ ആ ടയർ മൊത്തം നന്നായി തേഞ്ഞിരിക്കുന്നു. എനിക്ക് ആ ബ്രദറിനെ അറിഞ്ഞുകൂടാ, പുള്ളിക്കാരനെ എന്നെ അറിഞ്ഞുകൂടാ. ഞാൻ നിന്ന് അവനെ തട്ടിച്ചും പറഞ്ഞിട്ടാ ആ വണ്ടിയുടെ ടയർ മൊത്തവും എന്തായി, മുട്ടയായിപ്പോയി. നീ ഇതും വെച്ചിട്ട് ഓടരുത്, ഓടിയാൽ നിനക്ക് ഉറപ്പായിട്ടും ആക്സിഡൻറ്റ് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇത് കേട്ടാലും കേട്ടില്ലെങ്കിലും എൻ്റെ അനുഭവം ഒന്ന് പറയണം. കാരണം ഞാനൊരു ഓട്ടോ ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ ആട്ടോയുടെ ഫ്രണ്ട് വീല് ഒത്തിരി തേഞ്ഞു പോയി. നാളെ മാറ്റാം എന്ന് പറഞ്ഞ് എൻ്റെ മൈൻഡിലിരുന്ന് അവസാനം അത് പൊട്ടി എൻ്റെ കൈ ഒടിഞ്ഞു പോയി. അപ്പോൾ അനുഭവത്തിനകത്ത് നിന്ന് ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ എവിടെയുള്ള പയ്യനാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അവൻ പറഞ്ഞൊരു പദം, ചേട്ടാ താങ്ക്സ് ചേട്ടാ, ഞാൻ ഒരുപാട് ദിവസം കൊണ്ട് മാറ്റണം എന്ന് പറഞ്ഞു, പക്ഷേ ബിസി ചേട്ടാ. പക്ഷേ എന്തോ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്കത് മാറ്റണമെന്നൊരു മനസ്സ്. ഞാൻ അപ്പം അവിടെ ദൈവത്തെ സ്തോത്രം പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കും, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാനും ഈ പയ്യനെ കാണാനും അവൻ്റെ ആഴങ്ങൾ, ഏത് പയ്യനാണെന്ന് പോലും ഏത് ബ്രദറാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരു കാര്യം,
എൻ്റെ ജീവിതത്തിൽ നടന്നൊരു വിഷയം ഞാൻ അവനുമായി ഷെയർ ചെയ്തപ്പോൾ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളുടെ നല്ല പ്രവൃത്തികൾക്ക് ഇൻസൾട്ടിങ് വാക്ക് പറഞ്ഞ് നിരാശപ്പെടുത്തി അങ്ങനെയൊന്നും ചെയ്യുന്നതൊന്നുമല്ല. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. സ്തോത്രം. ഇതൊരു എന്ത് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആരെ കാണിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ആരെ കാണിക്കാൻ? സഭയിൽ നിന്ന് ഭയങ്കര സന്തോഷമായിരിക്കും. ഈ സഭയിൽ പ്രസംഗിച്ച് അങ്ങ് അറ്റത്തെ സഭയിൽ പോകുമ്പോൾ അവർ നമുക്ക് ആഹാരം, വെള്ളം ഒക്കെ സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ. 12-ാം തീയതി എവിടെ ഇരുന്ന്? 13-ാം തീയതി എവിടെ ഇരുന്ന്? 14-ാം തീയതി എവിടെ ഇരുന്ന്? ഇതെല്ലാം പോട്ട് 2025 തുടങ്ങിയല്ലോ. അപ്പോഴും നമ്മൾ എവിടെ പോയി ഇരുന്ന്? ചിന്തിക്ക്. ഒന്ന് മനസ്സിലാക്കി, ദൈവം നിന്നോട് പറഞ്ഞ നീ അത് ചെയ്തു. കാരണം അകത്തെ മനുഷ്യൻ്റെ ബലമാണ് ഏറ്റവും കൂടുതൽ ദൈവം ശ്രദ്ധിക്കുന്നത്. സ്തോത്രം. ഇവിടെ 2 സഹോദരിമാരുടെ മൈൻഡ് തന്നെ മാറിപ്പോയി. അവർ യേശുവിൻ്റെ വാക്ക് അവർ കണ്ണിച്ച് സംസാരിക്കുന്നതിൽ കാണാൻ പറ്റും. അവർ തന്നെ പറഞ്ഞു, വീണ്ടും പറഞ്ഞ നാറ്റം വെച്ചു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് കർത്താവേ നിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വാക്ക്, ശബ്ദം എനിക്ക് കേട്ട് അതുപോലെ അനുസരിച്ച് നടക്കാൻ പറ്റാത്തത്? ഹല്ലേലൂയ. നമ്മളിന്ന് പല ചിന്തക്കാരാണ്, പല മൈൻഡുള്ളവരാണ്. ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോവാം, അങ്ങനെ പോയാൽ കറക്റ്റായിട്ട് പോവാം. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോഹയെ നോക്കിയാൽ മതി. പെട്ടകം പണിയാൻ പറഞ്ഞപ്പോൾ നോഹയുടെ ഇഷ്ടത്തിലല്ല പെട്ടകം പണിഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചത് വായിച്ച് നോക്കിയാൽ മതി. ഉൽപ്പത്തി. കർത്താവ് പറഞ്ഞത്, എൻ്റെ ഹൃദയപ്രകാരം നീ എനിക്കൊരു പെട്ടകം പണിയണം. അന്നേരം ഇങ്ങേര് വന്നേച്ച് തൻ്റെ മക്കളോട് ഈ വിഷയം പറയുമ്പോൾ മക്കൾ പറയണം, അപ്പാ ഈ പലവതുണ്ട് അവിടെ അടിക്കാം, ആ പലവെടുത്ത് ഇപ്പുറത്തടിക്കാം, അത് ശരിയല്ല, ഈ തരത്ത് ഇങ്ങോട്ട് വെച്ചടിക്കാം. പറഞ്ഞ നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരല്ലേ? ഇല്ല. നോഹ ദൈവം പറഞ്ഞതനുസരിച്ച്, സ്തോത്രം, അതിന് എഞ്ചിനില്ല, അതിന് ഡ്രൈവിങ്ങിൻ്റെ എന്തോ പറയുന്നേ ആ സംഭവങ്ങളൊന്നുമില്ല. നിങ്ങൾ ചിന്തിക്കേ, സഭ, കുടുംബം, പ്രാർത്ഥന, ഇതൊന്നും നിൻ്റെ സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം മൈൻഡിലും വല്ലവരെ വാക്കും കേട്ടും അല്ല നീ ചെയ്യേണ്ടേ. നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ നിൻ്റെ അകത്തെ മനുഷ്യൻ ദിനംതോറും ബലം പ്രാപിക്കും. ആ പരിശുദ്ധാത്മാവ് നിന്നോട് കറക്റ്റ് ചെയ്ത് സംസാരിക്കുമ്പോണ്ടല്ലോ, നീ ചെയ്യുന്ന കാര്യം സക്സസ് ആവും. അത് പ്രാർത്ഥനയാവട്ടെ, ഉപവാസമാകട്ടെ, സ്തോത്രം, എന്ത് പറയുന്നത്, 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ. ഇപ്പോൾ തന്നെ ഈ നമ്മുടെ ഒത്തിരി ഫാസ്റ്റേഴ്സ്, എൻ്റെ പാസ്റ്റർമാരെ കൂടെ ഞാൻ നടന്ന ഒരുത്തനാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള പാസ്റ്റർമാരെ അവർ വിളിക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഇന്ന ആൾക്കാരാ എന്ന് കേൾക്കാതെ സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം ചിന്തയിൽ അവർ പ്രസംഗിച്ച പ്രസംഗത്തിൽ, ഹലോ, നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിന്? നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇതിൽ കൂടി വേണമെങ്കിൽ ഒത്തിരി പേര് പറയാം, അങ്ങനെയല്ല ഇങ്ങനെയല്ല, അതാണ് ഇതാണ്. അതാണുമില്ല. നിന്റെ ഹൃദയത്തിൽ യേശുവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് സ്നേഹമുണ്ടെങ്കിൽ 24 മണിക്കൂറും നീ ദൈവസന്നിധിയിൽ ഇരിക്കും. നിന്റെ മനസ്സ്, നിന്റെ വാക്ക്, നിന്റെ സംസാരങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കും. ആരും നിന്നെ വിട്ട് പിരിയാനോ നിന്നെ വിട്ട് അയ്യോ ദാ വർണ്ണവൻ എന്ന് പറയൂല. ആ പാസ്റ്റർ പറഞ്ഞു, അങ്ങനെ എന്ത് സ്നേഹം എന്ന് പറയോ, അങ്ങേരുടെ കൂടെ ഇരിക്കാൻ, ആത്മാവിൻ്റെ കാര്യം കേൾക്കാൻ. ഞാൻ ചോദിക്കട്ടെ, മോശയുടെ മുമ്പിൽ നിന്ന് ചെങ്കടൽ എങ്ങനെ പിളർന്നു മാറി? നിങ്ങൾ ചിന്തിക്കേ. പുറകിൽ മോശയെ കൊല്ലാനും കല്ലെറിയാനും ഒക്കെ ആവേശമുള്ള ആൾക്കാർ നിൽക്കുമ്പോൾ മോശ പറയണേ, എനിക്ക് മാത്രം ഞാൻ കൈ നീട്ടി ഈ ചെങ്കടൽ മാറ്റിയത്, ഞാൻ പോട്ടെ എന്നല്ല പറഞ്ഞേ. അതാണ് ഒരു പ്രാർത്ഥനക്കാരൻ. ഇത് നിങ്ങളുടെയൊക്കെ എന്തോ വലിയ ആളെന്ന് പറഞ്ഞ് സംസാരിക്കണമെന്നുമല്ല. ഞാൻ വഴിനീളെ വന്നപ്പോൾ എനിക്ക് തന്നെ ചിരിയായിപ്പോയി. ഓരോരുത്തരുടെ പ്രസംഗം കേട്ട് ഓരോരുത്തർക്ക് ഞാൻ അവിടെ കുറേ നേരം നിന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. എടാ, ഇത് കർത്താവ് അറിയുന്ന പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരൊറ്റ നോഗ. അതേപോലെ തന്നെയാണ് ആര്? മോശ. അതേപോലെ തന്നെയാണ് അബ്രഹാം. അതേപോലെ തന്നെയാണ് ഡാനിയേൽ, ദാവീദ്, സ്തോത്രം, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ഈ ടീമുകളെല്ലാം നിങ്ങളിത് പിടിച്ചു നോക്കും. ദൈവം പറഞ്ഞതേ അവർ ചെയ്യൂ. പൗലോസിനെ പിന്നെ പറയണ്ട. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ ഭൂമിയിൽ ഇരുന്ന് മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്നവരാകരുത്, ദൈവത്തെ. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ പോയേച്ചും
തിരിച്ചു വന്നു. എന്തിനാ ഞാൻ ഇപ്പോൾ പോകുന്നേ? നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ. അപ്പോൾ നീ മരിച്ചാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ ഈ ഭൂമിയിൽ ദൈവവചനം എന്താണോ അതനുസരിക്കാൻ പഠിക്കണം. ഇപ്പം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിനകത്ത്, ഞങ്ങളുടെ കരങ്ങളിലോ ഞങ്ങളുടെ ജീവിതത്തിലോ എല്ലാം ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെയാണ്. ദൈവത്തെ 1000 തവണ തള്ളിപ്പറയാനുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വാക്കിൽ നിന്നിട്ട് ഹൃദയം നൊന്ന് കരയും, ദൈവമേ ഇത് നിൻ്റെ ഹിതമാണെങ്കിൽ ഈ കഷ്ടതയിൽ, ഈ പ്രയാസത്തിൽ, ഈ മക്കളുടെ വിഷയത്തിൽ എന്നെ ഒന്ന് കൈത്താങ്ങൽ തരണേ, എന്നോടൊന്ന് സംസാരിക്കണേ. ഇപ്പം ഞാൻ ഒത്തിരി പേരത് ഹെൽപ്പ് ചെയ്തിട്ട് അവരെന്നെ സഹായിക്കും. പക്ഷേ അതേ സഹായിക്കുന്നവർ തന്നെ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ സഹായിച്ചതാണ്. നമുക്കതൊരു ഇൻസൾട്ടിങ് പോലെ തോന്നും. കുറ്റപ്പെടുത്തണതല്ല, നീ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി നോക്ക്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ആ 2 സ്തോത്രം സഹോദരിമാരോടും യേശു നിന്നിട്ട് പറഞ്ഞൊരു പദം, നീ വിശ്വസിക്കേ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ കണ്ട ഒരു ദൈവമാണത്. സ്തോത്രം, നീ വിശ്വസിക്കേ, ദൈവത്തിൻ്റെ മഹത്വം കാണും. നമ്മളിന്ന് എന്താ പറയണേ? നമ്മളിന്ന് എന്തൊക്കെയോ ചെയ്തെടുക്കൊണ്ടിരിക്കുക. നമ്മളിന്ന് എന്തൊക്കെയോ ആരെ കാണിക്കാൻ? സ്തോത്രം, ആരെ കാണിക്കാൻ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഒരാൾ മുഖേനയല്ല. ആ ആളുടെ കൂടെ ലക്ഷങ്ങൾ, ആയിരങ്ങളുണ്ടായിരുന്നു. അവരാരും പേരൊന്നും ആരും പറയുന്നുമില്ല. അവരൊക്കെ കൊണ്ട് അടിക്കൊരു കൈയും കണക്കുമില്ല. നമ്മളെല്ലാവരും പറഞ്ഞു ഗാന്ധിജി നല്ല കാര്യം, നല്ലതാണ്. നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കും. ആ ഗാന്ധിജിയുടെ പുറകിലുള്ള എത്രയോ പാവപ്പെട്ടവരെ, എത്രയോ പേര് അടികൊണ്ട് ആ ഉപ്പ് സത്യാഗ്രഹമൊക്കെ എന്ന് പറഞ്ഞെടുത്ത് പഠിച്ചു നോക്കണം. പേടിച്ചു പോകും നമ്മൾ. സ്തോത്രം. അതുകൊണ്ട് ആഗസ്റ്റ് 15 നിങ്ങൾ സുവിശേഷം പറഞ്ഞത് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നീ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിന് പ്രസാദമാണോ അതോ ആളുകളിയാണോ? ചിന്തിക്കേ. കാരണം എന്തെന്നറിയാമോ? ഈ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും പഴയ റൂട്ടിലേക്ക് പോകുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ് നീ സ്തോത്രം ഒരു പ്രസംഗം പ്രസംഗിക്കുന്നെങ്കിൽ അടുത്ത ലെവലിലേക്ക് എൻ്റെ ദൈവം നിന്നെ കൊണ്ടുപോകും. അടുത്ത ചിന്തയിലേക്ക് എൻ്റെ ദൈവം നിന്നെ കൊണ്ടുപോകും. അടുത്ത പ്ലാനിലേക്ക് എൻ്റെ ദൈവം നിന്നെ കൊണ്ടുപോകും. സ്തോത്രം. അതോടുകൂടി ദൈവത്തിന് അനുയോജ്യമായ ഒത്തിരി പാസ്റ്റേഴ്സ് നിന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് നിന്നോടൊപ്പം ചേരും. ഹല്ലേലൂയ. സ്തോത്രം. ഈ എന്നെ തന്നെ ഒരുപാട് പാസ്റ്റർമാർ പറഞ്ഞിട്ടുണ്ട്, ഇവൻ ഹൈന്ദവത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഇവനെ വിളിക്കേണ്ട, ഇവൻ വല്ലാത്തൊരു ഇതാണ്, ഇവൻ്റെ സംസാരം പെട്ടെന്ന് ആർക്കും ഇഷ്ടപ്പെടില്ല. ഞാനിത് കേട്ട് നേരെ ബൈബിളിലോട്ട് നോക്കി. ദൈവമേ ഇതെന്തിങ്ങനെ? കർത്താവ് പറഞ്ഞു, നിന്നെ ഇങ്ങനെയല്ലേ പറഞ്ഞോളൂ, എന്നെ അതിനേക്കാളും പറഞ്ഞു. കണ്ട, ഞാൻ ഓടി കയറിയത് ബൈബിളിലാണ്, ദൈവവചനത്തില്ല. യേശുവിനെ തന്നെ പറഞ്ഞ ഭൂതം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരിടയ്ക്ക് എന്നെ കാണുന്നവരെല്ലാം പറയും അവന് ഭൂതം ഉണ്ട്, അവൻ്റെ സംസാരിക്കില്ല. അതും വളരെ സിറ്റിയിൽ, തിരുവനന്തപുരം പട്ടണത്തിനകത്ത് അറിയപ്പെട്ട പാസ്റ്റർമാർ, ഇന്നലകളിലും ഇന്നും ഒക്കെ ഷൈൻ ചെയ്യുന്ന പാസ്റ്റേഴ്സുകൾ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞ് 18-19 വർഷമായി ദൈവവേലയിൽ നിൽക്കുന്നു. വീഴാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം. പക്ഷേ ഒരു പാസ്റ്റർമാരുടെ പുറകിൽ പോകാത്തത് കൊണ്ട്, ദൈവവചനത്തിൻ്റെ അകത്തിരുന്നത് കൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഇങ്ങനെ സംസാരിക്കാനും കൃപയാൽ നിൽക്കാനും പറ്റി. ഹല്ലേലൂയ. സ്തോത്രം. ഏലിയാവിൻ്റെ പുറകിൽ പോയ എലീശയ്ക്ക് ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകം കിട്ടിയപ്പോൾ ഏലിയാവിന് ഒരു സങ്കടവും ഇല്ല. ഏലിയാവ് പറഞ്ഞ ഒരു പദം ഇതാണ്, നീ ചോദിക്കുന്ന കാര്യമുണ്ടല്ലോ ഒത്തിരി പ്രയാസമാണ്. പക്ഷേ ഏലിയാവിൻ്റെ കയ്യിൽ നിന്നല്ല ഈ സംഭവം തരുന്നേ, ദൈവം. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. അതുകൊണ്ട് വീണ്ടും പറയുന്നു, അല്ലോ പാസ്റ്റർമാരെയൊക്കെ കുറ്റപ്പെടുത്തിന് അവന് ഇതിൽ ഒത്തിരി ലൈക്ക് കിട്ടാനാണ്. അയ്യോ, ലൈക്കും അല്ല, ഒന്നും കിട്ടാനല്ല. ഇപ്പം തന്നെ 150 കുടുംബമുണ്ട്. നന്ദി, വളരെ നന്ദി കേട്ടോ. ഇപ്പം ഞാൻ 150 കുടുംബത്തിൻ്റെ എടുക്കുകയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്തോത്രം. 30 പേരുണ്ടായിരുന്ന സ്ഥലത്താണ് 30. വളരെ സന്തോഷം, വളരെ നന്ദി. നിങ്ങളെ ഓർത്ത് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക, ആരെയും ഇൻസൾട്ടിങ് അല്ല, ആരെയും കൊച്ചാക്കണതല്ല. ആ പാസ്റ്റർമാരെ ഇടിച്ച് താഴ്ത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് കിട്ടും, നല്ല അങ്ങനെയൊന്നുമില്ല. അതെൻ്റെ ജോലിയല്ല. തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല. നീ സത്യത്തിന് വേണ്ടി നിൽക്കേ, നീ പരിശുദ്ധാത്മാവ് നിൽക്കി. കാരണം